അതിവേഗം ബഹുദൂരം നാടിനെ മുന്നോട്ട് നയിക്കാൻ കഴിവുള്ള കരുത്തുറ്റ നേതൃത്വം. ഏത് സങ്കീർണ സമസ്യകളെയും ചങ്കുറപ്പോടെ നേരിടുകയും ലളിതമായി പരിഹരിക്കുകയും ചെയ്യുന്ന ജനകീയ നേതാവ് നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. 5 പതിറ്റാണ്ടിൻ്റെ പൊതുജീവിതം, 40 ആണ്ടുകളുടെ നിയമസഭാ പ്രവർത്തനം, പാവപ്പെട്ടവൻ്റെ പ്രശ്നങ്ങളിലേക്ക് ആണ്ടിറങ്ങുന്ന ദർശന സാകല്യം, കാരുണ്യം തുളുമ്പുന്ന കണ്ണോട്ടം, മാധുര്യമൂറുന്ന വർത്തമാനം, അഹന്ത നിർമുക്തമായ പെരുമാറ്റം ഒക്കെയും വിശേഷണങ്ങളാണ്. ഒരുപാട് പേർക്ക് ചേരാത്ത, പലർക്കും അപ്രാപ്യമായ വിശേഷണങ്ങൾ. ഈ വിശേഷണങ്ങളുടെ ഉന്നത സോപാനങ്ങളിൽ ഇതാ ഒരു ജനനേതാവ്, ഉമ്മൻചാണ്ടി, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി. പരിവർത്തനോന്മുഖമായ ഈ കാലഘട്ടത്തിൽ തൻ്റെ നാടിനെ ബഹുദൂരം മുന്നോട്ട് നയിക്കാനുള്ള അതിവേഗ സഞ്ചാരവുമായി ഒരു ജനകീയ ഭരണാധികാരി. സീസറിൻ്റെ കുടുംബിനി സംശയങ്ങൾക്ക് അതീതയാകണം എന്ന് നിഷ്കർഷിക്കുന്ന അധികാരത്തിലെ സുതാര്യതയ്ക്ക് വേണ്ടി ലോകത്തിനു മുന്നിൽ സ്വന്തം ഓഫീസ് വാതിലുകൾ തുറന്നിടാൻ അസാധാരണമായ ആത്മവിശ്വാസം വേണം. അതിലുപരി കറപുരളാത്ത കയ്യുറപ്പ് വേണം. ആ ആത്മവിശ്വാസവും സ്വഭാവദാർഢ്യവും പ്രകടിപ്പിക്കുന്ന ശുദ്ധ നൈർമല്യം ഈ ഭരണാധികാരിയുടെ വാക്കിലും ചലനത്തിലും നമുക്ക് തെളിവോടെ വീക്ഷിക്കാം. ആർക്കും മാതൃകയാണ് ആ വിനയം. ഈ നന്മകൾക്ക് മുന്നിൽ വിനീതരായിക്കൊണ്ട് നമുക്ക് അന്വേഷിക്കാം. മന്ത്രി പദത്തിലേക്ക് സിഎമ്മിന് സ്വാഗതം. അല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പദത്തിൻ്റെ 2ാം ഊഴത്തിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സിഎമ്മിനെയാണ് ജനങ്ങൾ കാണുന്നത്. ഈ കോൺഫിഡൻസിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? നിയമസഭയിൽ ഭൂരിപക്ഷം അല്പം കുറവാണ് താനും. ഈ കോൺഫിഡൻസിൻ്റെ രഹസ്യം എന്താണ്? ജനങ്ങളിൽ ഉള്ള വിശ്വാസമാണ് എനിക്ക് ഉള്ളത്. ജനങ്ങളുമായിട്ട് എപ്പോഴും അടുത്ത് നിന്ന് പ്രവർത്തിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള എൻ്റെ കാര്യം. ഞാൻ വലിയ വായിക്കുകയോ വലിയ ചിന്തകനോ ഒന്നുമല്ല. എൻ്റെ ശക്തി എന്ന് പറയുന്നത് ജനങ്ങളുമായിട്ടുള്ള എൻ്റെ അടുപ്പവും അവരുമായിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്കുണ്ട്. അതാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഘടകം. അങ്ങയുടെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ആദ്യം ഫാമിലി ഒന്ന് കവർ ചെയ്തിട്ട് അങ്ങക്ക് ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്, അങ്ങയുടെ കാഴ്ചപ്പാട്, 100 ദിന പരിപാടികൾ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫാമിലി, പത്നി മറിയാമ്മയുടെ കൂടെ ഞാൻ കാനറ ബാങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ജോലി നോക്കിയിട്ടുണ്ട്. അന്നേ എനിക്കറിയാം വളരെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന ആളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അന്നേ എനിക്കറിയാം, ഇന്നും എനിക്കറിയാം. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി മറിയാമ്മയുടെ സ്വാധീനം എന്താണെന്ന് അങ്ങ് വെളിവാക്കണം. ഏതായാലും രാഷ്ട്രീയ കാര്യങ്ങളിലൊന്നും ഒരു സ്വാധീനവും ഇല്ല. ഞാൻ രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിൻ്റെതായ ടെൻഷനും ഒന്നും വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരാറേ ഇല്ല. പിന്നെ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം, വീട്ടിലെ കാര്യങ്ങളുടെയൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം, പിള്ളേരുടെ വിദ്യാഭ്യാസം, അവരുടെ ആവശ്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, അതിനൊക്കെ ഞാൻ പൂർണ്ണ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നല്ല നിലയിൽ വിനിയോഗിച്ചു എന്നുള്ളതാണ് എന്നിൽ ചെലുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സ്വാധീനം. അപ്പോൾ ആ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. മറിയാമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് ഇപ്പോൾ നാടിൻ്റെ നായകനാണ്, നാടിൻ്റെ നാഥനാണ്. അപ്പോൾ വീട്ടുകാര്യങ്ങൾ നോക്കാൻ സമയമുണ്ടാകില്ല, അത് നമുക്കറിയാം. അത് മറിയാമ്മ എങ്ങനെ മാനേജ് ചെയ്തു? കുഞ്ഞിൻ്റെ പുറത്തുള്ള ഇൻഫ്ലുവൻസ് വെച്ചാൽ എനിക്ക് പ്രാർത്ഥനയുടെയാണ്. ഇത് എന്നിപ്പോൾ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതൊരു ഒന്നാമത്തെ ശക്തി. അതിൻ്റെ പുറകെയാണ് എല്ലാ ശക്തികളും വരുന്നത്. പിന്നെ നമ്മുടെ ബാങ്കിലെ ജോലികളും വീട്ടിലെ ജോലികളും നമ്മുടെ ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ കുഞ്ഞിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ആൾക്കാരെ വീട്ടിൽ വരികയും രാഷ്ട്രീയക്കാർ വരികയും വീട്ടുകാർ വരികയും അല്ലാത്ത ഒരുപാട് പേരെ കാണേണ്ടി വരുമ്പോൾ അപ്പം നമുക്ക് ബുദ്ധിമുട്ടുള്ള സംഗതി. പക്ഷേ എൻ്റെ ദൈവം എന്നെ സഹായിച്ചു. എന്നെ ഡയറീസ് ചെയ്യായിരുന്നു എന്നെപ്പോഴും. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞുഞ്ഞ്
നാട്ടുകാരുടെയും കൂടെ കുഞ്ഞുഞ്ഞാണ്. ആർക്ക് വേണോ അടുക്കള വരെ കയറി വരാമെന്നാണ് പറയുന്നത്. അടുക്കള ബെഡ്റൂം ബാത്റൂം കയറി വരാം. അത് എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് മറിയാമ്മയ്ക്ക് തോന്നിയിട്ടുണ്ട്? എൻ്റെ പണ്ട് കാലങ്ങളൊക്കെ മറിയക്കുട്ടിയൊക്കെ പ്രസവിച്ച് കിടക്കും ബെഡ്റൂമിൽ കയറുന്നു. ആ കുഞ്ഞുഞ്ഞമ്മ എൻ്റെ ബെഡ് വന്നിരിക്കും, ആ കുഞ്ഞുഞ്ഞെന്ന് ബെഡ് വന്നിരിക്കും. പക്ഷെ അവര് സിമ്പിൾ ടച്ച് ആയതുകൊണ്ട് അതൊരു നമുക്കൊരു പിണക്കാട് എനിക്ക് ഒരിക്കലും എടുത്തിട്ടില്ല. അതായത് വലിയ പ്രൈവസിക്കകത്ത് കയറി ഒന്ന് ഒരു നാട്ടിൻപുറത്തെ ആൾക്കാർ ആ സ്നേഹം കൊണ്ട് വരുന്ന സിമ്പിൾ ലവ്. അപ്പം അവർക്ക് അതിൻ്റെ പുറത്ത് ഒരു പച്ചയായ സ്നേഹം, അതിൻ്റെ പുറത്ത് ഗുഡ് മാനേഴ്സ് ആണോ ബാഡ് മാനേഴ്സ്, ഞാനും അത്ര അവരാണ് ആ സ്നേഹം അതേ ആറ്റിറ്റ്യൂഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ മറിയ, ഈ രാഷ്ട്രീയ കാര്യങ്ങൾ വീട്ടിൽ സംസാരിക്കാറില്ല അച്ഛൻ. ഏതെങ്കിലും കാര്യങ്ങൾ മറിയയ്ക്ക് അച്ഛനോട് സംസാരിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? രാഷ്ട്രീയ കാര്യങ്ങൾ രാഷ്ട്രീയത്തിൽ എനിക്ക് പൊതുവേ വലിയ താല്പര്യമില്ലാത്ത, അതിൽ ഇന്റർഫിയർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് രാഷ്ട്രീയപരമായ കാര്യങ്ങൾ സംസാരിക്കാറില്ല. സാറിന്റെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ സാർ ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. എനിക്ക് അറിവുള്ളിടത്തോളം ഈ ചാണ്ടി ഉമ്മനൊന്നും സാർ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അച്ചു ഉമ്മനും അവർ രണ്ടുപേരും വളരെ കഴിവുള്ളവരാണ്, എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷേ അങ്ങ് അവർക്ക് വേണ്ട ഒരു എൻകറേജ്മെന്റ് എന്ന നിലയിൽ ഒന്നും നൽകുന്നില്ല. അത് എന്താണ്? ഈ മക്കൾ രാഷ്ട്രീയമെന്ന് ഭയന്നിട്ടാണോ? അങ്ങനെയുള്ള ഭയമൊന്നും എനിക്കില്ല. ഞാൻ 3 പേർക്കും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ തുടർന്നുള്ള ഭാവിയുടെ കാര്യത്തിലാണെങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ള അഭിപ്രായം. അപ്പം 3 പേരും അവരുടെ അഭിരുചി അനുസരിച്ചാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനും ഇടപെടത്തില്ല. രാഷ്ട്രീയ കാര്യത്തിൽ മറിയയ്ക്ക് രാഷ്ട്രീയത്തിലൊന്നും താല്പര്യമില്ല. അച്ചുവിനും ചാണ്ടിക്കും ചെറിയ താല്പര്യമുണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിലയെടുക്കാം, ഞാനൊരു തടസ്സം അതിന് നിൽക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു സപ്പോർട്ട് കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് വരരുത്. അപ്പം അച്ചു പിന്നെ വിവാഹം വരെ കഴിക്കുന്നത് വരെ ഇവിടെ കേരളത്തിലുണ്ടായിരുന്ന സമയത്തൊക്കെ KUCയിലും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഇപ്പം രാഷ്ട്രീയമൊന്നുമില്ല, ദുബായിലാണ്. ചാണ്ടിയാണെങ്കിലും സെൻറ്റ് സ്റ്റീഫൻസിൽ പഠിക്കുമ്പം അവിടെ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തു. കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം ഉള്ള ഇതാകാം, പക്ഷേ എൻ്റെ ഒരു പേട്രണേജ് ഉണ്ടാവില്ല. അങ്ങയുടെ സപ്പോർട്ടില്ല, അത് സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ ചാണ്ടി ഉമ്മൻ വളരെയധികം പ്രശസ്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സ്വന്തം കഴിവിലൂടെ തന്നെ. അതിൽ ഒരു അച്ഛനെന്ന നിലയ്ക്ക്, ഒരു പിതാവെന്ന നിലയ്ക്ക് അങ്ങയുടെ മനസ്സിൽ ഒരു ഗൂഢ സന്തോഷമില്ലേ? അത് എന്നെ സംബന്ധിച്ചോ ഇതേ ഉള്ളൂ. എനിക്ക് ഏത് നിലയിലേക്ക് വരണോ എന്നുള്ളത് അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. അതിന് ഞാൻ നോ പറയത്തില്ല. അതേ സമയത്ത് എൻ്റെ ഒരു സപ്പോർട്ടിൽ വളർന്നു വരാം എന്നുള്ള ഒരു പ്രതീക്ഷ വരുന്നെങ്കിൽ അത് അവരുടേതായ ഒരു പ്രവർത്തനത്തിലൂടെ അധ്വാനത്തിലൂടെ അവർ കഴിവ് തെളിയിക്കണം. അവരുടെ കഴിവിലൂടെ ഒരു പ്രവർത്തകരുടെ ഒരു അംഗീകാരത്തോടു കൂടിയൊക്കെ മാത്രമേ ആകാവൂ എന്ന് നിർബന്ധമുണ്ട്. വ്യക്തിപരമായി എനിക്ക് ഒരുപാട് അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ പ്രേക്ഷകരുടെ അറിവിലേക്കാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അങ്ങയുടെ സപ്പോർട്ട്, സാറിൻ്റെ സപ്പോർട്ട് ഒരു കാലത്തും അങ്ങനെ ഒരു എൻകറേജ്മെൻറ്റോ സാർ ഇപ്പോൾ സൂചിപ്പിച്ച വളരെ കറക്റ്റാണ്. അവരുടെ എഫേർട്സ് കൊണ്ട് അവർ ഉയർന്നു വരട്ടെ, അതിനെ ഞാൻ എതിര് നിൽക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് എനിക്ക് യോജിപ്പാണുള്ളത്. പക്ഷേ എന്തായിരുന്നാലും എഫിനോയുടെ കാര്യത്തിൽ അങ്ങേക്ക് പ്രത്യേക വാത്സല്യം ഉണ്ടെന്ന് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എഫിനോ രാഷ്ട്രീയ രംഗത്തേക്ക് ഭാവിയിൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യമാണ്, രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരണമെന്ന് അങ്ങേക്ക് ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ അത് വന്നാൽ എതിർക്കോ? ഇപ്പൊ കൊച്ചു എന്നാലും രസകരമായിട്ടുള്ള ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം അത് ആർക്ക് വേണോ? മറിയയ്ക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. രാഷ്ട്രീയ രംഗത്ത് ഈ തിരക്കൊക്കെ കണ്ടു വരുന്നതിന് എന്താണ് അച്ഛൻ ഇപ്പൊ എതിർപ്പില്ല എന്ന് പറഞ്ഞു, മറിയയുടെ അഭിപ്രായം എന്താണ്? എന്നാലും അങ്ങ് വന്നാൽ അപ്പോ അവന്റെ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. അത്ര ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. സാറിൻ്റെ അതേ പാത തന്നെയാണ് മകൾ സ്വീകരിച്ചിരിക്കുന്നത്. മറിയാമ്മ ഈ ഉയർന്ന ഓഫീസറായിരുന്നു കാനറ ബാങ്കിൽ, അവിടെയും തിരക്കുണ്ടായിരുന്നു, വീട്ടിലും ഇങ്ങനെ ഒരു തിരക്ക്. അതിൻ്റെ ഇടയിലും കുട്ടികളെ മാനേജ് ചെയ്യാൻ കഴിയാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. ഈ കാര്യം മാനേജ് ചെയ്യുന്നതിൽ എന്നാൽ ഓഫീസർ എന്ന നിലയിലും വിജയിച്ചിട്ടുണ്ട്, ഗൃഹനാഥ എന്ന നിലയിലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ രഹസ്യം പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഇതൊക്കെ നന്നായി പോയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള വൈരുദ്ധ്യം ഈ വീട്ടിൽ പ്രതിഫലിക്കാതിരിക്കാൻ എന്തൊക്കെ കരുതൽ ആണ് മറിയാമ്മ സ്വീകരിച്ചിട്ടുള്ളത്? എൻ്റെ ആ സോൾ ഇത് ദൈവത്തിന് കൊടുക്കുക. അപ്പം ദൈവത്തിന് പൂർണ്ണമായി ഇതിൻ്റെ നിയന്ത്രണം കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസിയാവും.
നമ്മൾ വിചാരിക്കും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യം, യോ ഇത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും, യോ ഇതെങ്ങനെ ഞാൻ ചെയ്തു, ഇതെന്തോ ഞാൻ ഇങ്ങനെ ചെയ്യും. പക്ഷേ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഞാൻ ദൈവസന്നിധി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ അതിനകത്ത് ഹാർഡ് വർക്കിംഗ് ആണ്, അറിയാം. ജോയിച്ചൻ ബാങ്കിലും ഹാർഡ് വർക്കിംഗ് ആണ്, ഇവിടെ വീട്ടിലും ഹാർഡ് വർക്കിംഗ് ആണ്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് ദൈവം എന്നെ കൂടി ചെയ്യിച്ചു. അത് ഡയറൈസിംഗ് ആണ് അതിൻ്റെ ഏറ്റവും. രാവിലെ ഒരു ഡയറീസ് പ്രോഗ്രാം എഴുതി വെക്കും, വൈകിട്ട് റിവ്യൂ. നമ്മളൊരു 10-30 കാര്യം കൊച്ചു ബുക്കിനകത്ത് ഡയറിക്കാം. അതെ, CM ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതുപോലെ എനിക്കും ഒരു വളരെ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അന്ന് ഒരു 2 വർഷമേ ഞാൻ കാനറ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. അന്ന് തന്നെ എനിക്കറിയാം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കറക്റ്റായിട്ട് അന്നും. പിന്നെ അതിനുശേഷം ഈ ഓരോ പദവി അദ്ദേഹം കൈയാളുമ്പോഴും അതൊന്നും ഒരു ഫീലിംഗ് ജനത്തിന് നൽകാതെ, കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് നൽകാതെ, വളരെ സാധാരണക്കാരിയായി അതെ ജോലി ചെയ്തിരുന്ന മറിയാമ്മ ഇന്നും കാനറ ബാങ്കിലെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കെല്ലാം ഒരു റോൾ മോഡലാണ്. തീർച്ചയായിട്ടും അത് കാരണം വെച്ചാൽ പ്രൗഢിയോടെ വന്നിറങ്ങാം, അത്തരം കാര്യങ്ങളൊന്നുമില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. സർ, ഈ ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഏതെങ്കിലും തരത്തിൽ UDFന്റെ വിജയം അതിനുവേണ്ടി മറിയാമ്മ പ്രാർത്ഥിച്ചിരുന്നു? 2 പേർക്കും പ്രാർത്ഥിച്ചിരുന്നു? അത് ഉമ്മൻചാണ്ടി സാറിന്റെ വ്യക്തിപരമായ നേട്ടം അവിടെ നിൽക്കട്ടെ, UDF വിജയിക്കണം എന്ന രീതിയിൽ പ്രാർത്ഥിച്ചിരുന്നു? എന്ത് തോന്നുന്നു ജഗദീശ്? ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭൂരിപക്ഷം കുറഞ്ഞതിൽ സാറ് പറഞ്ഞു അതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് ഓരോ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ, UDFന് ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ മറിയാമ്മയ്ക്ക് തോന്നിയത് എന്തായിരുന്നു? ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിട്ട് പറഞ്ഞു. എല്ലാം തിന്മയെല്ലാം നന്മയാക്കാൻ നമ്മൾ പൂർണ്ണമായിട്ട് ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ, ഒരു തിന്മയാൻ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നന്മയാക്കാൻ ദൈവത്തിന് സാധിക്കും. അത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, അതിന് നന്മയുണ്ടെന്ന്. ഓക്കെ, ആ നന്മയുടെ ഈശ്വരന്റെ നിശ്ചയമാണ് ഭൂരിപക്ഷം കുറഞ്ഞത്. അതെ, ഈശ്വരന്റെ നിശ്ചയമാണ്. ഇത്ര വേണോ, ആര് ഭരിക്കണം, എത്ര ഭൂരിപക്ഷം വേണമെന്ന് ഈശ്വരൻ തീരുമാനിക്കും. അതുകൊണ്ട് നമുക്ക് അവിടെ ടെൻഷൻ അങ്ങനെ ഉണ്ടാകത്തില്ല. അവിടെ നമ്മുടെ ശ്രമങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള റോൾ ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മൾ ഈശ്വരൻ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അപ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ദൈവം എത്ര നാൾ ഇരുത്തോ അത്ര നാൾ മതി. ഇരിക്കുന്ന ആൾ നമ്മൾ ദൈവഗീത പ്രകാരം ആൾക്കാർക്ക് നന്മ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഫാമിലിയെ പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവരോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞു.